അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമാക്കപ്പെട്ട റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച പത്തിലൂടെയാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഏതൊരു റമളാനും. തൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ എന്തെല്ലാം ചെയ്തികളുണ്ടോ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത അക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ മറ്റുള്ളവനെ ആക്രമിക്കുക എന്നുള്ളതല്ല. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തവരായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു നടന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻ്റെ എല്ലാ ചെയ്തികളിൽ നിന്നും അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഏതൊരാളും റമളാനെ വരവേൽക്കാറുള്ളത്. അത് തന്നെയാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് ഉപദേശിക്കുന്നതിന് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന പതിവാക്കിയിരുന്നതും എല്ലാ ദിവസവും അത്തായ സമയത്ത് 70 ഇസ്തിഗ്ഫാർ ചെല്ലുമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഏറ്റവും വിലപ്പെട്ടൊരു സമയമാണ്. നമ്മളൊക്കെ അത്താഴത്തിൻ്റെ സമയത്ത് പിറ്റേന്ന് നോമ്പെടുക്കാനുള്ള ശ്രദ്ധയിലേക്കുള്ള ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ഏർപ്പെടുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഒരു മുദ്ര പോലെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അർത്ഥത്തിലുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറേ അമല് ചെയ്യൽ കൊണ്ട് അവൻ വിജയിക്കുന്നില്ല. കാരണം അവൻ്റെ അമല് ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിലും അതിൻ്റെ നിയ്യത്തും അവൻ ചെയ്തതായിട്ടുള്ള അമലുകളുടെ സ്വീകാര്യതയൊക്കെ നോക്കിയിട്ടാണ് അള്ളാഹു അവൻക്ക് പ്രതിഫലം നൽകുന്നത്. നോമ്പിനെ പറ്റി പറയുന്നിടത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് നമുക്ക് ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ഏതൊരു മനുഷ്യനാണോ ഈ റമളാൻ മാസത്തിന് പവിത്രതയുണ്ട്, അതിന് അള്ളാഹു എനിക്ക് കൂലി നൽകും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഏതൊരാളാണോ നോമ്പ് നോൽക്കുന്നത്, ആ നോമ്പുകാരൻക്ക് അവനിൽ നിന്ന് വന്നു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിലൂടെ വായിക്കാൻ കഴിയും. ആ അർത്ഥത്തിലുള്ള നോമ്പായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ എവിടെയും നമ്മൾ പരാജയപ്പെടുകയില്ല. ഇന്ന് നമ്മൾ ഈ സമയം വരെ ജീവിച്ചതും ഇതുവരെ നമ്മൾ ശ്വസിച്ചതും ഇതുവരെ നമ്മൾ സംസാരിച്ചതും ഇതുവരെ നമ്മൾ നടന്നതും അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ആനന്ദകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നൽകുന്ന ആ രുചിയുടെ ഉറവിടം നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമുക്കുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ, വികാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നൽകുന്ന ആനന്ദവും ഇതെല്ലാം അള്ളാഹു നൽകിയ ഒരു റഹ്മത്താണ്. ആ റഹ്മത്ത് ഞാൻ മനസ്സിലാക്കുമ്പോൾ തിരിച്ച് ഒന്നും നമ്മൾ ചെയ്തതൊക്കെ അതിന് നന്ദിക്ക് പകരം ധാരാളം അക്രമങ്ങളായിരിക്കും. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയെ, തങ്ങൾ പറയുക തൻ്റെ അടിമകളോട്, സ്വയം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരോട് ഒരിക്കലും നിരാശയാകരുത്. എൻ്റെ റഹ്മത്ത് അവരിൽ നിന്ന് ഇല്ല എന്ന് ഒരിക്കലും അവർ കരുതേണ്ട, ഞാൻ അവരുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടും യജമാനനായ അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കൊണ്ട് വിജയിക്കുവാനും
ലൈലത്തുൽ ഖദറിൽ ഉൾപ്പെടാനും നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.